ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ നിമിഷ സ്മാർട്ട് കുക്കിംഗ് നിങ്ങളെല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുക മോൺസൂൺ സ്പെഷ്യൽ ഉള്ളിവടയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ചായക്കടയിലൊക്കെ തട്ടുകടയൊക്കെ കിട്ടത്തില്ലേ, അതുപോലത്തെ ഉള്ളിവട, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഏറ്റവും ആദ്യം നമുക്കാണെങ്കിൽ സവാള 4-5 സവാള എടുക്കുക. നിങ്ങൾ 4-5 പേർക്ക് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 1/2 കിലോ വീതം സവാള എടുക്കണേ. ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. എത്രയും കനം കുറച്ച് അരിയാൻ പറ്റുന്നോ അത്രയും കനം കുറച്ച് നീളനെ അരിഞ്ഞെടുക്കണം. അപ്പം നൈസായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ സവാള മുഴുവൻ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 4-5 എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് എത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. അതിനകത്ത് എക്സ്ട്രാ എത്രയും വെള്ളം വരുന്നുണ്ടോ സവാളയിൽ നിന്ന് അത് മൊത്തം നന്നായിട്ട് വരുന്ന രീതി നമുക്ക് വേണം ചെയ്യാനായിട്ട്. ഇതിൻ്റെ വെള്ളം കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ വെള്ളം കൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കുന്നത്. എന്ന് വെച്ചാൽ വടയുടെ ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുകി വേണം മിക്സാക്കാനായിട്ട്. അപ്പോൾ സവാളയിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി വരും. ഇനി നമുക്കാണെങ്കിൽ അതിനകത്ത് 5-6 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, മക്കൾ എത്ര എരിവ് കഴിക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ എരിവെടുക്കാൻ. എൻ്റെ മക്കൾ വലുതായ കാരണം കൊണ്ട് എൻ്റെ വീട്ടിൽ എല്ലാവരും നന്നായിട്ട് എരിവ് കഴിക്കുന്നതുകൊണ്ട് ഞാൻ അധികം ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കാണെങ്കിൽ 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായി അരിഞ്ഞ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സാക്കി ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതിനകത്ത് എക്സ്ട്രാ എത്രയും വെള്ളം വരുന്നത് വെച്ചാൽ അത് മുഴുവൻ നമുക്ക് വരുന്ന രീതി 10 മിനിറ്റത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴത്തേക്ക് സവാളയിൽ എക്സ്ട്രാ വെള്ളം എല്ലാം ഇറങ്ങി വരും കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് കശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. കശ്മീരി മുളക് പൊടിക്ക് കളറ് മാത്രം കിട്ടത്തുള്ളൂ, എരിവൊന്നും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്കാണെങ്കിൽ 1/4 കപ്പ് മൈദ, 1/4 കപ്പ് കടലമാവ്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇത്ര നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി. പൊടികളൊന്നും ഒത്തിരി അധികം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ അങ്ങ് ചൂയിയായി പോലെ ഇങ്ങനെ അങ്ങ് വലിയുന്ന കൂടെ ഒരു ടേസ്റ്റ് വരത്തില്ല കേട്ടോ. അതുപോലെ ഇരിക്കും. സവാളയുടെ ക്വാണ്ടിറ്റി വേണം അധികരിക്കാനായിട്ട്. അഥവാ നിങ്ങൾക്ക് ഒത്തിരി ബാറ്റർ ഒത്തിരി ലൂസാണെന്ന് തോന്നുന്നു, നമുക്ക് ഉരുട്ടിങ്ങനെ വടയുടെ ഷേപ്പ് എടുക്കാൻ പറ്റില്ലെന്ന് തോന്നുവാണെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അരിപ്പൊടി ഇടുവാണെങ്കിൽ വട ഒന്നും കൂടെ ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. ചൂയി ആവത്തില്ല, ക്രിസ്പി ആവത്തേ ഉള്ളൂ. അപ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയേ. ഇനി നമുക്കാണെങ്കിൽ 1 ടീസ്പൂൺ നമുക്ക് കായപ്പൊടി ഇച്ചിരി അധികം ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കാം. എന്നാലേ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ കായപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ നന്നായിട്ട് എൻ്റെ പാകത്തിനായി. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് അന്ന് ഉടനെ തന്നെ ഇതിൻ്റെ വട റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നന്നായിട്ട് എന്നെക്കൊണ്ട് പറ്റാവുന്ന അത്രയും രീതി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. സവാള ഇതിന് തീരെ വെള്ളം ഇറങ്ങത്തില്ല കേട്ടോ. ഇറങ്ങാനുള്ള എല്ലാം കംപ്ലീറ്റ് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈയൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം വേണം ഇതുപോലെ ബോളാക്കി എടുക്കാനായിട്ട്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. എണ്ണ ചൂടായിട്ടേ ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ സവാളയില്ലയോ എണ്ണയൊക്കെ വലിച്ചു കുടിച്ച് ഒത്തിരി ഓയിലി ആയിട്ട് തോന്നും നമുക്കൊക്കെ വട കഴിക്കാനായിട്ട്. അതുകൊണ്ട് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്ത് കോരി എടുക്കാനായിട്ട്. നിങ്ങൾക്കൊന്ന് ബ്രൗണിഷ് കളറായെന്ന് തോന്നുവാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റത്തേക്കൊന്ന് വെക്കുക. അതിന് ശേഷം നമുക്കാണെങ്കിൽ കോരി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് 1 മിനിറ്റ് നമ്മളങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചെടുക്കുമ്പോൾ അത് എക്സ്ട്രാ എത്രയോ ഓയിലുണ്ടെന്ന് വെച്ചാൽ അതെല്ലാം പുറത്തിറങ്ങി വരും കേട്ടോ. അപ്പോൾ ഓയിലിയായിട്ട് നമുക്ക് തീരെയും തോന്നത്തില്ല. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് മൊരുമൊരാന്ന് ഇരിക്കുന്ന നമുക്ക് ഒനിയൻ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാൻ പറ്റിയ ഈ മോൺസൂൺ സ്പെഷ്യൽ റെസിപ്പി അത് കേട്ടോ. ഇപ്പോഴൊക്കെ നമുക്കാണെങ്കിൽ ഇങ്ങനെ മഴയൊക്കെ പെയ്തിരിക്കുമ്പോൾ ചൂടോടെ കുറച്ച് ചായയും പിന്നെ ഇച്ചിരി ഉള്ളിവടയോ ഉഴുന്നുവടയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ എന്താ ഒരു രുചിയിൽ കഴിക്കാനും നല്ലൊരു സുഖമായിരിക്കും. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഒനിയൻ വട. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ ഞാൻ സെക്കൻഡ് ബാച്ചും റെഡിയാക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിവട ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല അടിപൊളി ഉള്ളിവട എൻ്റെ മോൾ ഇവിടെ അടുത്തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്നെ കൂടി ടേസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.